കോഴിക്കോട് ചാത്തമംഗലത്ത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണശ്രമം. ചാത്തമംഗലം ഏരിമല ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും മുഴപ്പാലത്തിന് സമീപമുള്ള കുനിയിൽ ക്ഷേത്രത്തിലുമാണ് മോഷണശ്രമം നടന്നത്. ഏരിമല ക്ഷേത്രത്തിൽ മോഷണം തടയാൻ ശ്രമിച്ച ജീവനക്കാരനെ വെട്ടിച്ച് കള്ളൻ കടന്നുകളഞ്ഞു. മാവൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 2:30-യോടെയാണ് ചാത്തമംഗലം ഏരിമല ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മോഷണ ശ്രമം നടന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിന് മുന്നിലുള്ള ഭണ്ഡാരവും സമീപത്ത് സ്ഥാപിച്ചിരുന്ന ഭണ്ഡാരവും കള്ളൻ തകർത്തിട്ടുണ്ട്. പണം മുഴുവൻ കൈക്കലാക്കി കടന്നുകളയാൻ ശ്രമിക്കുന്നതിനിടെ കള്ളൻ ക്ഷേത്ര ജീവനക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കള്ളനെ കണ്ട ക്ഷേത്ര ജീവനക്കാരൻ ഉച്ചത്തിൽ ബഹളം വയ്ക്കാൻ തുടങ്ങി. ആളുകൂടുമെന്ന് ഉറപ്പായതോടെ പണം കെട്ടി സൂക്ഷിച്ച സഞ്ചി ഉപേക്ഷിച്ച് റോഡിന്റെ വശത്ത് വെച്ചിരുന്ന ബൈക്കിൽ കയറി സ്ഥലം വിട്ടു. ബഹളത്തിനിടെ കള്ളന്റെ ഹെൽമറ്റും ചെരുപ്പുകളും ക്ഷേത്രമുറ്റത്ത് തന്നെ വീണിരുന്നു. മാവൂർ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരമാവധി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ മഴ തുടങ്ങിയതിന് ശേഷം ഈ പരിസരത്തെല്ലാം ചെറിയ തോതിൽ തേങ്ങാ മോഷണം, പിന്നെ ഇവിടെ റോഡ് പണിക്കാർ PTSൻ്റെ ഒരു വലിയ വാഹനത്തിൻ്റെ ബാറ്ററി പോയിട്ടുണ്ട്. അത് ഇതിൻ്റെ തൊട്ട് അമ്പലത്തിൻ്റെ ഒരു 50 മീറ്റർ അടുത്താണ്. അങ്ങനെ പൊതുവിൽ ഈ പ്രദേശത്തെല്ലാം കള്ളന്മാരുടെ ശല്യം തുടങ്ങിയിട്ടുണ്ട്. ഏരിമല ക്ഷേത്രത്തിൽ നടന്നതുപോലെ ചാത്തമംഗലം മുഴപ്പാലത്തിന് സമീപത്തെ കുനിയിൽ ക്ഷേത്രത്തിലും കഴിഞ്ഞ ദിവസം മോഷണ ശ്രമം നടന്നിരുന്നു. ഏരിമല ക്ഷേത്രത്തിന് മുൻവശത്തെ റോഡ് നവീകരണ പ്രവൃത്തി നടത്തുന്ന കരാറുകാരുടെ ലോറിയിലെ ബാറ്ററിയും കഴിഞ്ഞ ദിവസം രാത്രി മോഷണം പോയിരുന്നു. പ്രദേശത്ത് മോഷണ പരമ്പരകൾ പതിവാകുന്നതോടെ നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കള്ളനെ പിടിക്കാനുള്ള നീക്കം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.